ഇത്രയും കാലം ഞാനും എന്റെ പിള്ളേരും എങ്ങനെ ജീവിച്ചത് ആരെങ്കിലും അറിഞ്ഞോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ കൊണ്ട് 10 കാശ് കൈ കൊണ്ടുവന്നിട്ട് എന്നാ ജീവിക്കടി എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞാൻ ആരുടെയും പഠിക്കാൻ പോയിട്ട് എരന്നോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഞാൻ ഈ എല്ലാരെയും കണക്ക് ബോധിപ്പിക്കേണ്ടത്? ഇങ്ങനെയൊക്കെ പറയണ നാൻസി, അല്ലെങ്കിൽ ഈ കണ്ടവരൊക്കെ വന്ന് നമ്മുടെ തലയിൽ കയറി നിരങ്ങത്തില്ലേ? എന്റെ ഡേസി, എനിക്ക് ഈ മനുഷ്യനോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അമ്മ അതുപോലെയൊക്കെ സംസാരിക്കണം, അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ തലയിൽ കയറി നിരങ്ങും. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? കയറിപ്പൊടിയത്ത്. അല്ലേ എന്നോട് സംസാരിക്കാൻ മാത്രം 100 നാവാ. എന്റെ നാൻസി ഇങ്ങനെയൊക്കെ സംസാരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ശീലിക്കണം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയല്ലെന്നേ. ശരിയെന്നാ അമ്പടി കള്ളി, അവർക്ക് എല്ലാം അറിയാം, എന്നിട്ട് എൻ്റെ അടുത്ത് അഭിനയിക്കും. ഈ പള്ളിയിലെ കമ്മിറ്റി കയറുന്നതിന് മുമ്പ് എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ മേലെ. ഇനി ഞാൻ വീട്ടിൽ ചെന്ന് ഒന്നേം തുടങ്ങാം ഓരോന്ന്. നിന്നോടാരാ എന്നെ നോക്കിക്കാൻ പറഞ്ഞേ? നടന്നങ്ങ് പൊക്കോടായിരുന്നു. എടി, ഇത്തവണത്തെ പള്ളിപ്പെരുന്നാൾ ആരാ നടത്തുന്നെന്ന് അറിയോ? നിങ്ങൾ എങ്ങാനും കയറി ഏറ്റോ? പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് അങ്ങ് കുടഞ്ഞിട്ടാക്കുമല്ലേ പള്ളിപ്പെരുന്നാൾ നടത്താൻ. എന്റെ വീട്ടിൽ നിങ്ങൾക്ക് നല്ലോണം തന്നിട്ടുണ്ട്. പള്ളിയായി ഞാൻ വല്ല വായത്തൊന്നും വിളിച്ചു പറഞ്ഞിട്ടല്ലോ. മിണ്ടാതിരി, ആൾക്കാർ കേൾക്കും. നിങ്ങൾ പോയില്ലായിരുന്നോ? ഞങ്ങള് കബറിങ്കി ഒന്ന് പോയതാ. ഓ, ഈ തവണത്തെ പെരുന്നാൾ നടത്തുന്നതേ നാൻസിയാ. സൗമ്യ, ഇതെന്നെ മിണ്ടാതെ പോണേ? ഞാൻ ആലോചിച്ചിങ്ങനെ പോവായിരുന്നു ഓരോന്ന്. പിന്നെ നാൻസി ഇല്ലേ, ആ ചിത്ര വീട്ടിലോട്ട് പോവായിരുന്നു. ആയിനാ? എനിക്കാണ് ഈ മാസം ടാർഗറ്റ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം നാൻസി ചേച്ചി ഒന്ന് കാണാമെന്ന് വെച്ചു. അയ്യോ, ഞാൻ വിളിച്ച് കയറ്റിയോണ്ട് എന്നോട് ഇനി എന്തെങ്കിലും എടുക്കാൻ പറയോ? ഇല്ലില്ല, ഞാൻ നാൻസി ചേച്ചിയുടെ വീട് വരെ പോവായിരുന്നു. അതിനിപ്പോ നാൻസി ഇപ്പൊ എന്തോ ചെയ്യാനായിട്ട്? നാൻസിയുടെ പൈസ ഉണ്ടോ? പിന്നെ ഈയിടെ വന്ന് ഗോൾഡ് ലോൺ ക്ലോസ് ചെയ്തു, പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ലോൺ ഒക്കെ ക്ലോസ് ചെയ്തു. അപ്പം ഞാനോർത്ത് ഡെപ്പോസിറ്റ് എന്തെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ നടന്നിരുന്ന നാൻസി അല്ലേ? പുള്ളിക്കാരത്തിന് വീട്ടിൽ വല്ല വീതം വെച്ച് കാണും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരാൻ വഴിയില്ല. അതാ കാര്യം. എന്നിട്ട് ആഹാ, ഇത് അമ്മയും മോളും അവിടെ പോയിട്ട് വരുന്നു. അത് ഇവൾക്കില്ലേ ബാംഗ്ലൂരിൽ IELTS എക്സാം ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് പുറത്തു പോയതാ. ഇന്ന് വൈകുന്നേരം പോയിട്ടേ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. വീട്ടിലേക്കൊരു ശ്രദ്ധ വേണേ. അതിന് ഇവള് +2 കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇപ്പോഴേ അവളെ പറഞ്ഞു വിടണോ? ഇവൾക്ക് ആഗ്രഹം വെളിയിൽ പോയി പഠിക്കാനായിട്ട്, അവിടെ സെറ്റിൽഡ് ആവണോന്നാ. പിന്നെ ഇച്ചായന്റെ ആഗ്രഹം അത് തന്നെയായിരുന്നല്ലോ. ഇപ്പത്തെ പഴയ പോലെ ഒന്നും അല്ലെന്നേ. അവിടെ ചെന്നാ ഇപ്പൊ പാർട്ട് ടൈം ജോബ് കിട്ടാൻ പാടാന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അവിടെ സെറ്റിൽ ചെയ്യുന്നേക്കാൾ നല്ല നമ്മുടെ നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യുന്നത്. അവിടെ ഇപ്പൊ പഴയ പോലെ പൈസയോ അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. എന്തിനാ ചുമ്മാ വെറുതെ പൈസ കളയുന്നേ? അതിന് ആന്റി, ഞാൻ അവിടെ പഠിക്കാൻ പോണതല്ലേ, ജോലി ചെയ്യാൻ പോകുന്നതല്ലോ. അതൊക്കെ ഓക്കെയാ, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അവിടെ ചെന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല, അറിയാമല്ലോ ഈ അവസ്ഥയിൽ വെറുതെ പൈസ കളയണം. അമ്മയ്ക്ക് പറയാൻ മേലായിരുന്നു നമ്മുടെ ഈ പൈസ ഉണ്ടെന്ന്. എന്തിനാ അവരുടെ മുന്നിൽ ഇങ്ങനെ നാണം കെടുത്തുന്നത്? നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച നന്നായി. അതെ, അവിടെ ഒന്ന് നിന്നേ. എനിക്കും എൻ്റെ മോൾക്കും വേണ്ടതെല്ലാം ചേട്ടായി നേരത്തെ കരുതി വെച്ചിട്ടാ പോയത്. ചേട്ടായി ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 കോടി രൂപയാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയത്. ഞങ്ങൾ പിന്നെ ആരോട് കൊട്ടി കൊഷിയാനൊന്നും പോയി. 2 കോടി രൂപയോ? അപ്പോൾ ഒരുപാട് രൂപ അങ്ങോട്ട് അടച്ചു കാണുമല്ലോ. ഇല്ല, മാസം 800,000 പോലുള്ള ചെറിയ തുക അടിച്ചാണ് ഇൻഷുറൻസ് എടുത്തത്. 15% വരെ ഡിസ്കൗണ്ട് കിട്ടി. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയാൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ ടേം പ്ലാനുകൾ കമ്പയർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ആയകാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നന്നായി. ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ചാലേ, അമ്മ തന്നെയല്ലേ ഉള്ളൂ, അപ്പൊ പോണോ ഇവിടെ നിന്നാ പോരെ എന്നാ ഉദ്ദേശിച്ചത്. അതിനൊരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കി പോണല്ലോ. വാടി. ചമ്മിയല്ലേ? ഇന്നൊരു തോർച്ച ഉണ്ടായിരുന്നോണ്ട് തുണിയെല്ലാം നല്ലപോലെ ഉടങ്ങി കിട്ടി. എത്ര ദിവസമായി മഴ ഇങ്ങനെ തുടങ്ങിയിട്ടല്ലേ? നമുക്ക് മഴയും ഇച്ചിരി തുണി ഉടങ്ങാത്ത മാത്രമല്ലേ, ബാക്കിയുള്ളവരുടെ വീട്ടിൽ വെള്ളവും കയറി. എല്ലാരും ദുരിതാശ്വാസ കേന്ദ്രത്തിൽ. നാൻസി ഇതെങ്ങോട്ടാ? ഞാൻ ഇച്ചാന്റെ വീട്ടിൽ പോയതാ. അമ്മച്ചിക്ക് എന്നെ ഒന്ന് കാണണോന്ന് പറഞ്ഞു. നല്ല സാരിയാ കേട്ടോ. ഇതെവിടുന്ന എടുത്തേ? ജോർജറ്റ് അല്ലേ? കോൺട്രാസ്റ്റ് കൊള്ളാം. ആ ഡിസൈനാണോ?
അല്ല ആണോ? എത്രയാ? 550 അല്ല 3000-3500 തോന്നുന്നേ. അയ്യോ, അതിനുള്ള ഇല്ല കേട്ടോ. ഇല്ല ഇല്ല. ഞാൻ പോട്ടെ, രാവിലെ ഇറങ്ങിയതാ. പോട്ടെ. ശരിക്കും 3500 തോന്നിക്കും. തോന്നും. പിന്നെ ഞാനങ്ങ് പറയാതിരുന്നതാ. പണ്ട് എന്നോട് റേഷൻ കാർഡ് മേടിച്ചോണ്ട് പോയി സപ്ലൈകോയിൽ ചെന്ന് സാധനം മേടിച്ചോണ്ട് കഴിഞ്ഞ നാൻസിയാ. ഇപ്പൊ ലുലുവിനെ പർച്ചേസ് ചെയ്യുള്ളൂ. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിക്കുക സപ്ലൈകോയിൽ ഇപ്പോൾ റേഷൻ കാർഡ് വേണമെന്ന്. അത് കേട്ടപ്പോൾ ഞാനങ്ങോട്ട് ചൂടിപ്പോയി. ഓരോരോ മനുഷ്യർക്കൊക്കെ വരുന്ന ഓരോ മാറ്റങ്ങൾ. ഇതാണ് ഇവിടുത്തെ തോട്ടി. ഭയങ്കര വലുതാണല്ലോ. ചുമന്നോട് ഞാൻ എങ്ങനെ പോകും? അതിനെന്നെ ഞാൻ കൊണ്ടുതരാമല്ലോ. ബാ നടക്ക്. ഇച്ചായ, അതെ, ആ ഗ്യാസ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് പോകാവോ? ഞാനേ ഗ്യാസ് തീർന്നപ്പോഴാണ് നാൻസി വന്ന് തോട്ടിയും ചോദിച്ചത്. കറി പകുതി ഇരിക്കുവോ, ഒന്ന് വരാവോ? ഒന്ന് പിടിക്കേ. കഴിഞ്ഞ ആഴ്ചയല്ലേ ഗ്യാസ് വെച്ചത്, ഇത്ര പെട്ടെന്ന് തീർന്നോ? ഗ്യാസ് നിങ്ങൾ ആ ഹനുമാൻ പോണ പോലെ അങ്ങ് പുറകെ പോകാൻ പോകുമായിരുന്നല്ലോ. മര്യാദയ്ക്ക് വീടിനകത്തിരുന്നോളാം, ഞാൻ കൂടെ കൊടുത്തോളാം. കയറിയത്തിരിക്കും. നാൻസിയെ, ചേട്ടായിക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നു. അപ്പൊ ഓഫീസിൽ പോകാനായിട്ട് ഒരുങ്ങും. അപ്പൊ ഞാൻ ഇല്ല കുഴപ്പമില്ല, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. കുഴപ്പമില്ല. ഞാൻ വരായിരുന്നു. അയ്യോ കുഴപ്പമില്ല. സൂക്ഷിച്ചേ. പെട്ടെന്ന് ഓഫീസിൽ പോകാനുള്ളതുകൊണ്ടാണേ. അത് ഞാൻ ഇപ്പൊ കൊടുക്കാൻ. ഇവിടെ ആരും വന്നില്ലേ? ഞാനേ ഇറങ്ങിയപ്പോഴേക്കും അങ്ങേർക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞാൽ അത് താമസിച്ചേ. ചിട്ടി ആർക്ക് കിട്ടുമോ? ഇതന്നെ നാൻസിയുടെ പേര് എഴുതിയേക്കുന്നേ. ഇതിനകത്ത് കിട്ടിയിട്ട് വേണോ ജീവിക്കാനായിട്ട്? ഓ കൊണ്ടായിരുന്നു. അതിന്റെ ആവശ്യം എന്തിരിക്കുന്നു? നാൻസി, ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാലേ, ഇങ്ങനെ ആരും എന്തെങ്കിലും പറഞ്ഞാൽ നാൻസി അങ്ങ് പ്രതികരിക്കണം. ഞാൻ വേണ്ടാന്ന് വെച്ചപ്പോ ഡെയ്സിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. എന്റെ ഇച്ചായം മരിച്ചപ്പം എന്റെ കൊച്ചിനെ അന്വേഷിച്ച് ആരെങ്കിലും ആ വീട്ടിലേക്കൊന്ന് വന്നോ? ഇല്ലല്ലോ. ഒരു 10 രൂപ ഇന്നാ നാൻസി എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ വെച്ച് തന്നോ? ഇല്ലല്ലോ. ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ വാതിൽക്ക വന്ന് എന്തെങ്കിലും സഹായം ചോദിച്ചോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. എനിക്ക് ആരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇങ്ങനെയും പറയാൻ അറിയാൻ ഡെയ്സി. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ ഒരു സാമ്പത്തിക ഭദ്രതയ്ക്കും കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനുമായിട്ട് നമുക്ക് ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് അത്യാവശ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യണേ. അയ്യോ, എന്നാ വെച്ചോ നാൻസി, ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. തീർന്നു. 1000 ആയി. ഇരുന്നതിന്റെ സുഖത്തിനങ്ങ് 15% വരെ ഡിസ്കൗണ്ട് കിട്ടി. ഇവിടെ നിങ്ങൾ ഇത് ആങ്ങള ഒരാളുണ്ടായിരുന്നു. അതാണെങ്കിൽ ഏതാണ്ട് ഒരു മുസ്ലിം ചെറുക്കനെ വേണ്ട കല്യാണം കഴിച്ചേ. ഈ ചെറുക്കനെന്ന് പിന്നെ അപ്പായിക്ക് അധികം നല്ല ജോലി. ഇതെല്ലാം ഞാൻ നിരോധിക്കും മന്ത്രിയാണെങ്കിൽ. അപ്പൊ അതിന് മാത്രം രൂപ അങ്ങോട്ട് അയച്ചു കാണുമല്ലോ. ശരി, 1000 രൂപ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടായി വീട്ടിൽ നിന്ന് കമത്തി വെച്ചാക്കുമല്ലേ. നാൻസി, ഡെയ്സി. ആക്ഷൻ. എന്റെ സിസിലി തെറ്റിപ്പോയി.